നിങ്ങൾ വെച്ച് വിളമ്പി കഴിച്ചോ, ഞങ്ങൾ അടുക്കളയിൽ നിന്ന് മാറി തന്നേക്കാം. അപ്പോ ഇത് ഞങ്ങൾക്കെതിരെയുള്ള സമരമുറയാണല്ലേ? നീ പിന്നെ എന്താടി വിചാരിച്ചത്? ഞങ്ങൾ നിന്റെ ബാല്യക്കാരാണെന്നോ? നീ ഇവിടെ വരുന്നതിന് മുൻപ് പാലപ്പടിക്കലെ അടുക്കള വേലക്കാരിയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഹട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയപ്പോ അങ്ങ് സുഖിച്ചു പോയി അല്ലടി? നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞങ്ങള് പഞ്ചപുച്ച മടക്കി നിന്നത് ഇത്രയും നാളും. നിന്റെ ചത്തുപോയ കെട്ടിയോൻ നരേന്ദ്രൻ നമ്പിയെ പേടിച്ചിട്ടും അല്ല. അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. ഇനി അയാൾക്ക് വല്ല വരവും കിട്ടണം, മാവേലിക്ക് കിട്ടിയ പോലെ പാതാളത്തിന്ന് ആണ്ടിലൊരിക്കൽ വന്ന് ഭാര്യയും മകളെയും കാണാൻ. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ. നീ പോയി നിന്റെ പണി നോക്ക്. എനിക്ക് നിങ്ങൾ ഒന്നും തരണ്ട. മിണ്ടാൻ വയ്യാത്ത ഈ കുട്ടിക്ക് ഇത്തിരി ഭക്ഷണം കൊടുത്തൂടെ? മിണ്ടാൻ വയ്യാത്ത കുട്ടി കൽപ്പനയുടെ കെട്ടും പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ടവളല്ലേ? ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. വാ പോവാ മോളെ. ദേ നോക്കുന്നു, പൊട്ടിപ്പെണ്ണിന് നമ്മൾ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പോവാ മോളെ. നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോടി? ഒട്ടും കൂടിയിട്ടില്ല, ഇത്തിരി കൂടെ ആവായിരുന്നു. സാരയില്ല, അടുത്ത തവണ ഇതിന്റെ ഡബിൾ ഡോസ് കൊടുക്കണം. രണ്ടിനെയും പോച്ച് പുറത്തു കളയണം. സമയമുണ്ടല്ലോ. കൊറേ നേരം ആയാലോടി വായന തുടങ്ങിയിട്ട്. ചോറും കറിയൊക്കെ വെച്ചോ? ഇല്ല. ഇല്ലേ? അതെന്താ, ഇന്നിവിടെ ആർക്കൊന്നും കഴിക്കണ്ടേ? അടുക്കള വേറൊരു കൂട്ടര് കൈവശപ്പെടുത്തി. അവിടെ അവര് തകൃതിയായിട്ട് പാചകം നടത്തിക്കൊണ്ടിരിക്കുക. അതാരാ? എന്റെ അടുക്കള കയ്യേറാൻ മാത്രം ധൈര്യമുള്ള വേറൊരു കൂട്ടര്. ടാക്സി പിടിച്ചുകൊണ്ട് വേണ്ട ദൂരമൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ കിച്ചണിലേക്ക്. നേരിട്ട് പോയി നോക്കിയാ കാണാം. നിനക്കെന്താടി ഒരു വിലയില്ലാത്ത പോലെ? ഇങ്ങോട്ട് തരുന്ന വിലയൊക്കെ അങ്ങോട്ടും പ്രതീക്ഷിച്ചാ മതി. കരയിക്കില്ല എന്ന് ജെയിംസൂട്ടി വാക്ക് തന്നതല്ലേ? എന്നിട്ട് ഇപ്പൊ കണ്ടോ, ഈ ഉള്ളി കാരണം ഞാൻ എത്ര നേരമായിട്ട് കണ്ണീരൊഴുക്കുക. നീ കരയാൻ പോകുന്നുള്ളൂ മോളെ. എന്റെ കൂടെയുള്ള ജീവിതം ഭയങ്കര സുഖായിരിക്കുന്നതാണോ നീ വിചാരിച്ചത്? എന്താണ് ഇതൊക്കെ? ഓ, ഒന്നും പറയണ്ടമ്മേ. ശകല ഇറച്ചി പരിപാടിയാ. ഇറച്ചിയോ? ഇതെന്തിറച്ചിയാ? നല്ല ഒന്നാം തരം പോത്താ. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പോത്താണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവന്മാര് കാളയിറച്ചി തന്ന് പറ്റിക്കും. നുറുക്കി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ഒറിജിനൽ പോത്ത് തന്നെയാ. നിന്നോട് ആര് പറയട്ടെ കാളയും പോത്തൊക്കെ വീട്ടിൽ കയറ്റാൻ? ഇവിടെ ഇതൊന്നും ആരും വെക്കാറില്ല. അമ്മേ, ഞാൻ വെച്ച് കാണിച്ചു തരാം. എന്നാ ഒരു ടേസ്റ്റാന്നറിയാവോ? കപ്പയും പോത്തുവാ ബെസ്റ്റ് കോമ്പിനേഷൻ. അത് കഴിച്ച കാലവും മറന്നു. അതൊക്കെ നിന്റെ വീട്ടില്. ഇവിടെ ഇതൊന്നും നടപ്പില്ല. പോത്തിനെ കാളയൊക്കെ കൊല്ലുന്നവനും തിന്നുന്നവനും എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. മനുഷ്യരെ കൊല്ലുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലേ? അത് സ്വന്തം ഭർത്താവിനെ കൊന്നവനായാലും ശരി. കൊന്നവനും കൊല്ലിച്ചവനും കൂട്ടുന്നവനും ഒക്കെ കൺമുമ്പിൽ കിട്ട് ഞെളിഞ്ഞ് നടപ്പുണ്ടല്ലോ. ഞാനിത്തിരി പോത്തിറച്ചി ഉണ്ടാക്കുന്നതാണ് വലിയ പാതകം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ പോത്തും കാളയൊക്കെ എത്ര ഭേദാ. ആരടാ കൊന്നവനും കൊല്ലിച്ചവനും കൂട്ടു നിന്നവനും? നീ കൊറേ നാളെല്ലാം മുള്ളും മുനയും വെച്ച് ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട് തെളിച്ചങ്ങ് പറയടാ. മനസ്സിലാവുന്നവർക്കേ ഇത്രയൊക്കെ മതി. മനസ്സിലാവാത്തവരോട് എത്ര പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അവർ അനുഭവം വരുമ്പോ പഠിച്ചോളൂ. നീ ഇവിടെ എന്നാ കണ്ടോണ്ടിരിക്കുക? ഇടി ആ ഉള്ളി സവോളൊക്കെ അരിഞ്ഞു തീർക്ക്. പിന്നെ അമ്മേ, പുന്നാര മോനെ, ബീഫ് ഫ്രൈ പാഴ്സൽ വാങ്ങിച്ചോണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ബിയറിന്റെ കൂടെ മൂക്കൂട്ട വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ലേ? എന്റെ മോനെ അവന് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരടത് ചോദിക്കാൻ? മകനേക്കാളുവേ ഒന്നുകൂടി മുറ്റാ മരുമൻ.
ഇഷ്ടമുള്ളത് ചെയ്യും. വേണ്ടി വന്നാ ഇഷ്ടമില്ലാത്തതും ചെയ്യും. നിന്നെ ഞാൻ അധിക കാലം ഇവിടെ വെച്ച് വഴക്കില്ലടാ. നോക്കിക്കോ നീ. അമ്മേ, മകളുടെ കണ്ണീരാണ് അമ്മയ്ക്ക് ഇഷ്ടമെങ്കിലേ അമ്മ എന്ത് വേണമെങ്കിലും അയക്കൂ. ആ അമ്മേ, നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് സഹായിക്കമ്മേ. ദേ മോള് കിടന്ന് തന്നെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നിനക്ക് ഞാൻ എല്ലാ സഹായവും ചെയ്തു തരാടാ. നീ കരുതിയിരുന്നോ? ചേട്ടാ, ആ ചരമക്കോളം ഇങ്ങ് തന്നെ. ചായ. ചെന്ന് നോക്കടി ആരാന്ന്. ഞാൻ ചേട്ടനോട് പറയാം വന്നെന്ന്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ അമ്മൂനൊന്ന് കാണാൻ. അവളുമായിട്ട് നിനക്കെന്താ ഇടപാട്? തമ്പി സാറ് മരിച്ചപ്പോൾ ഞാൻ കാണാൻ വന്നിരുന്നല്ലോ. പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല. എന്തിനാ കാണുന്നത്? ഒരാശ്വാസവാക്ക് പറയാൻ, വേറൊന്നിനുമല്ല. അങ്കിൾ മരിച്ചത് ഒരു സൗകര്യമാണല്ലോ എന്ന് കരുതി വീണ്ടും നുഴഞ്ഞു കയറാൻ വന്നിരിക്കുവാണോടാ? ദേവരാജൻ എന്താ മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ? അന്ന് നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കുറച്ച് സമയവും പണവും വേസ്റ്റായി. ഇനി നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. എനിക്കൊന്നും വേണ്ട. അമ്മൂനെ കണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഒളിച്ചോടാനുള്ള ഡേറ്റ് ആണോ നീ പറയാൻ പോകുന്നത്? ആരുടെയും കൂടെ ഒളിച്ചോടാനൊന്നും അല്ല. ഒന്ന് കണ്ടാൽ മതി. വേണ്ട, അതിന് തക്ക ബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ട്, എന്റെ അപ്പച്ചിയുടെ മോളാ. ഞങ്ങൾ റിലേറ്റീവ്സാ. ആ, അതൊക്കെ അങ്ങ് പെരുമ്പാവൂരില്. ഇവിടെ അതൊന്നും നടപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ജയശീല. എനിക്ക് കാണണം. ഒരാശ്വാസവാക്ക് പറയേണ്ടത് എന്റെ കടമയാ. പുറത്തിറങ്ങി പോടാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ കൂടെ വാ. എനിക്ക് അവളോട് ഒരു രഹസ്യവും പറയാനില്ല. ഇറങ്ങി പോടാ നായിന്റെ മോനെ. ജയം, നീ ആരാടാ എന്നെ ജയാന്ന് വിളിക്കാൻ? ഇറങ്ങണ ഇവിടെ. എന്താണ് നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് പോടാ. എന്നെ വിടാ. മാറി നിൽക്ക്. എങ്ങോട്ടാ? ഉന്തുവണ്ടിയായിട്ട് കൊച്ചമ്മ യാത്ര. മാറി നിൽക്കാനാ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞേ, കേട്ടില്ല. ഇനി ഈ ഗേറ്റിന് പുറത്ത് കയറിയാ നിന്റെ മുട്ടുകാലി ഞങ്ങൾ തലയൊടിക്കും.
നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇറങ്ങി പോടാ, ഇറങ്ങി പോകാൻ. പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോടാ. അർജുനേട്ടനോട് മോശമായി പെരുമാറാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അധികാരമൊന്നുമില്ല എന്ന് വെച്ച് ഈ വീട്ടിൽ വ്യഭിചാരം അനുവദിക്കാൻ പറ്റില്ല. അനാവശ്യം പറയരുത്. നിനക്ക് പിന്നെ എന്തോ നിന്റെ കേടാടി? ഭർത്താവ് മരിച്ച ദുഃഖവുമായിട്ട് നിൽക്കണ്ട നീ പടിയിറങ്ങി വന്നിരിക്കുന്നു മുൻ കാമുകനെ കാണാൻ. അവനെ നീ കാണണ്ട. അവൻ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ വീട്ടിൽ നടപ്പാക്കിയാൽ മതി. ഇതെന്റെ ഭർത്താവിന്റെ വീടാ. നിന്റെ ഭർത്താവ് അയാൾ ഇപ്പോ പരലോകത്തേക്കുള്ള യാത്രാമധ്യ എത്തി കാണുമല്ലോ. അമ്മോ, നീ തിരിച്ച് നിന്റെ റൂമിലേക്ക് പോ. ശീതൾ, ഇവളെ തള്ളിക്കൊണ്ട് പോ. നീ ഒന്ന് സഹായിച്ചു കൊടുക്ക്. നിന്നെ ഞാൻ സഹായിക്കാം. കൊണ്ടുപോടി. എന്താടി കേറിപ്പോടി മുകളിലോട്ട്. ഇവിടിപ്പോ നമുക്കൊറ്റ തടസ്സമേ ഉള്ളൂ ജയ. നരേന്ദ്രൻ തമ്പിയുടെ മകൾ. തമ്പിയുടെ സ്വത്തിൽ മകൾക്കുള്ള നിയമപരമായ അവകാശം ഒരു കോടതിയും നിഷേധിക്കില്ല. തട്ടിക്കൊണ്ടുപോയ വഴി കൽപ്പന അവളുടെ കഥ കഴിച്ചെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയനെ. അവൾ അങ്കിളിന്റെ മകളാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യയിൽ ജനിച്ചതാണെന്നൊന്നും തോന്നുന്നില്ല. മുംബൈയിലെ അധോലോക ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പഴ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കണം. ഇല്ലീഗലായിട്ടുള്ള ബന്ധത്തിൽ ജനിച്ച മക്കൾക്കും സ്വത്തിനവകാശമുണ്ട്. ഭാഗികമായേ ഉള്ളെന്ന് മാത്രം. അവള് അങ്കിളുടെ മകൾ അല്ലെങ്കിലോ? എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. തമ്പിയുടെ സ്വത്തിൽ നിന്നും 1 രൂപ പോലും അവൾക്ക് കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമ്മൾ അതെങ്ങനെ തെളിയിക്കും മാധവേട്ട? നരേന്ദ്രൻ തമ്പി ശീതളിനെ കൂടെ താമസിപ്പിച്ച സ്ഥിതിക്ക് മകളാണെന്ന സ്വാഭാവിക പരിഗണന അവൾക്ക് കിട്ടും. എന്നുവച്ചാ താൻ തമ്പിയുടെ മകളാണെന്ന് പ്രത്യേകം തെളിയിക്കേണ്ട ബാധ്യത അവൾക്കില്ല. ശീതൾ തമ്പിയുടെ മകളല്ല എന്ന് നിങ്ങൾ പറയുമ്പോ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് താനും. അല്ലെങ്കിൽ ഇല്ലീഗലായുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ മകളാണെന്ന് തെളിയിച്ചാലും മതി. എങ്കിൽ ഒരു ചെറിയ ഓഹരി കൊടുത്ത് പ്രശ്നം ഒതുക്കാം. മുംബൈയിലെ ഏതെങ്കിലും തെരുവ് വേശിയിൽ ജനിച്ച സന്തതിയായിരിക്കും. നമുക്ക് പോയി അവരെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ലാതെ ഈ ശീതളിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റില്ലേ? അവൾ ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണെന്ന് അന്വേഷിക്കണം. നയത്തിൽ അടുത്തുകൂടി അതൊക്കെ അവളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കണം. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവൾക്ക് എഴുതി കാണിക്കാലോ. ഞങ്ങളോടൊക്കെ വലിയ അകൽച്ച എപ്പോഴും. നോർത്തിലല്ലേ വളർന്നതും പഠിച്ചതുമൊക്കെ, അതിന്റെയാ. പിന്നെ കോടീശ്വരന്റെ മകളാണെന്നുള്ള അഹങ്കാരവും. അതൊക്കെ നിങ്ങളുടെ സാമർഥ്യം പോലിരിക്കും. അവളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ കളക്ട് ചെയ്യാമോ? എങ്കിൽ നമുക്കൊരടവ് പയറ്റി നോക്കാം. ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞാ പോരാ, കാര്യം നടത്തിയെടുക്കണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ശരി മാധവേട്ട, ഇനി ഞാൻ അവളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ശരി മാധവേട്ട.
അങ്കിളുടെ മോള് ശരിക്കും കല്യാണം കഴിച്ച ഭാര്യയിൽ ജനിച്ചതാണോ അതോ ഇല്ലീഗലായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുംബൈയിൽ പോയി തിരക്കേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. മുംബൈയിൽ എവിടെ ചെന്ന് അന്വേഷിക്കും? അവിടത്തെ അധോലോകം എന്ന് പറഞ്ഞ കടല് പോലെ പരന്നു കിടക്കുന്ന ചെലന്തി വലയാ. രാത്രിയിൽ മാത്രമേ അത് കാണാൻ പറ്റൂ. അതിന്റെ ഒരു മൂലയിൽ ചെന്നുകൊണ്ട് നമ്മൾ ആരോട് ചോദിക്കും? എന്ത് ചോദിക്കും? നരേന്ദ്ര തമ്പി അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോന്നോ? അങ്കിളിന് ഏതോ അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുക, അത്ര തന്നെ. അല്ലാന്ന് വേണമെങ്കിൽ അവള് തെളിയിക്കട്ടെ. അത് ശരിയാ. എനിക്കൊരു സംശയമുണ്ട്. ഒരു ദിവസം ഞാൻ നരേന്ദ്രനും കൽപ്പനയും തമ്മിലുള്ള വഴക്കും കേട്ടോണ്ട് കയറി ചെല്ലുമ്പോ അവരേതാണ്ടൊക്കെ പറഞ്ഞ് തമ്മിൽ തർക്കിക്കുക. ശീതളിന്റെ അമ്മയെ വെടിവെച്ച് കൊന്നതാണെന്നോ അച്ഛനെ വെടിവെച്ച് കൊന്നതാണെന്നോ അങ്ങനെ എന്തോ കേട്ട പോലെ. എന്നിട്ട് അമ്മ ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ശരിക്കും കേട്ടില്ല. അതോ ഇനി കൽപ്പനയാണോ പറഞ്ഞത്? ഓ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അമ്മ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. ചിലപ്പോ ഒടുക്കത്തെ മറവിയാ. നാക്കിന്റെ തുമ്പത്തിരിക്കുന്നത് പോലും ഓർത്തെടുക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യം മുതലേ അങ്ങനെ ഒരു സംശയമുണ്ട്, അത് അങ്കിളുടെ മകളല്ലെന്ന്. ഒന്നാമതായിട്ട് അങ്കിളുടെ യാതൊരു ഷേപ്പും ഇല്ല. അത് മാത്രമല്ല, ഇങ്ങനൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം മുതലേ അങ്കിളുടെ കൂടെ കാണേണ്ടതല്ലായിരുന്നോ? സ്വന്തം മകളെ വല്ലവരെ ഏൽപ്പിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ മാറി താമസിക്കൂ? ആ ശിവജിന്ന് പേരുള്ള ഒരു മൂർഖന്റെ കൂടെ അല്ലായിരുന്നു അവള്. നരേന്ദ്രന് പുതുപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മകളെ മാറ്റി നിർത്തിയതായിരിക്കും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടമ്മേ. നമുക്ക് അവളെയും അമ്മൂനെയും വിളിച്ച് ചോദ്യം ചെയ്താലോ? അവര് സത്യം പറയുവോ? ചുമ്മാ ചോദിച്ചാ പോരാ, പോലീസ് മുറയിൽ ചോദ്യം ചെയ്യണം. അപ്പോ കിളി പറയുന്നത് പോലെ പറയും. ശീതൾ അങ്കിളുടെ മകളല്ലെന്ന് തെളിഞ്ഞാ പിന്നെ ഈ സ്വത്തിന്റെ എല്ലാം അവകാശികൾ നമ്മൾ മാത്രമാണ്. അമ്മൂനെ ശീതളിനെ നമുക്ക് പുകച്ച് പുറത്താക്കണം. ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചാൽ അമ്മൂന് എന്തായാലും സത്യം അറിയാതിരിക്കില്ല. അങ്കിൾ എപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. ആലോചിച്ച് ചെയ്താ മതി. ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒന്നും ആലോചിക്കാനില്ലമ്മേ, ഇത് ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു തരാം. നീ വാ. അതിന് പേടിപ്പിക്കാതടാ. ആഹാ, കൊള്ളാലോ. മോളെ, ഞങ്ങളൊരു സത്യം അറിയാൻ വേണ്ടി വന്നതാ. ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞ നിനക്കും ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. ആരാ മോളെ നിന്റെ ശരിക്കുള്ള അച്ഛൻ? തമ്പി അങ്കിള്, അതായത് ചത്തുപോയ ഈ നരേന്ദ്രൻ തമ്പി അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ആര്? നിനക്ക് മിണ്ടാൻ വയ്യാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ എഴുതി കാണിച്ചാ മതി. ദേ, ബ്രഷും ഉണ്ട്, കടലാസും ഉണ്ട്. പെയിന്റ് കൊണ്ട് തന്നെ അങ്ങ് എഴുതിക്കോ. എല്ലാത്തിനും ഒരു കളറുള്ളത് നല്ലതല്ലേ? ഇത് പിടിക്കും മോളെ. എന്നിട്ട് മോളൊന്ന് എഴുതി കാണിച്ചേ. എന്റെ അച്ഛൻ മുംബൈയിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന. പേര് എഴുതിക്കോ മോളെ. എഴുതു മക്കളെ.
ഞാനിപ്പോ എന്ത് സ്നേഹമായിട്ടാ മോളോട് സംസാരിക്കുന്നേ. ദേ, എന്റെ ഈ സ്നേഹമൊക്കെ തകിടം മറിയാൻ ഒരു നിമിഷം മതി. പിന്നെ എന്റെ സ്വഭാവം എന്തായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എഴുത്. സ്വന്തം തന്തയുടെ പേരും അഡ്രസ്സും മാത്രം മതി. ഇതേണ്ടേ, ഇതിന്റെ മോളിൽ തന്നെ എഴുതിക്കോ. ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എഴുത്. എന്തിനാ മടിക്കുന്നേ? എഴുതിക്കോ.